ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി നമ്മുടെ ബ്രൈഡ് ആസ്നാൻ്റെ ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഫുൾ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്ത് കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആളുടെ ഫുൾ വീഡിയോ ചെയ്യണം എന്നുള്ളത്. ആക്ച്വലി എൻ്റെ കയ്യിൽ എല്ലാ ക്ലിപ്സും ഇല്ല, കുറച്ച് ക്ലിപ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് നമുക്കന്ന് ആ ഒരു ഡേയിൽ 2 വർക്ക് ഉണ്ടായിരുന്നു, 2-3 വർക്ക് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഫുൾ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അസിസ്റ്റൻസ് ഒക്കെ തിരക്കായിരുന്നു, അപ്പം ഫുൾ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാക്സിമം കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഏതാണെന്ന് ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് തന്നെ ലെൻസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലെൻസ് നമ്മുടെ ലെൻസിൻ്റെ സ്കാൻഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസിൽ വരുന്ന ഹേസൽ കളറാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ആക്ച്വലി കുറച്ചും കൂടി ഒരു ബ്രൗൺ ഷെയ്ഡാണ്, കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, കുറച്ച് ഫെയറൊക്കെ ആയിട്ടുള്ളവർക്ക് നമ്മളത് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ആക്ച്വലി ഞാൻ ഫേസിൽ നമ്മൾ ചെയ്യുന്നത് ഗ്ലാസ് സ്കിൻ മേക്കപ്പാണ് കേട്ടോ. സോ ഞാൻ ഫേസിൽ ഒരു ഗ്ലോ റെസിപ്പി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വാട്ടർമെലൻ്റെ ഗ്ലോ റെസിപ്പി എന്നാണ് പ്രോഡക്റ്റിൻ്റെ പേര്. ഞാൻ മാക്സിമം കിട്ടുന്ന പ്രോഡക്റ്റുകളുടെ ഒക്കെ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് അബ്സോർബ് ആയതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഫേസിലെ മേക്കപ്പ് ചെയ്യുക. സോ ഞാൻ ഐ മേക്കപ്പ് ചെയ്യണതിന് മുന്നേ അത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ടൈം കിട്ടും അതൊന്ന് അബ്സോർബ് ആകാൻ വേണ്ടിയിട്ട്, കുറച്ചൊരു ഗ്ലോ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡ്രൈ സ്കിന്നാണ് നമ്മളത് കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ഐ മേക്കപ്പ് ചെയ്തു, ഐബ്രോസ് ഓൾറെഡി ഐബ്രോസ് നീറ്റായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തുള്ളൂ. നമ്മുടെ PSCൻ്റെ ഐബ്രോ ജെൽ യൂസ് ചെയ്തിട്ടാണ് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് ഐ മേക്കപ്പിന് ഞാൻ യൂസ് ചെയ്ത പാലറ്റ്സ് വന്നിട്ട് ഫസ്റ്റ് ഞാൻ കൺസീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കൺസീൽ ചെയ്തത് നമ്മുടെ നാസിൻ്റെ പഞ്ചാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് വെച്ചിട്ട് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഐഷാഡോ വന്നിട്ട് മോഫിയുടെ ഒരു പാലറ്റും ലൂയിസിൻ്റെ ഒരു പാലറ്റും വെച്ചിട്ടാണ് ഐഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ഐഷാഡോ പാലറ്റിൽ തന്നെ ലൂയിസിൻ്റെ പാലറ്റിൽ തന്നെയുള്ളൊരു ഗോൾഡൻ ഗ്ലിറ്ററാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്ലിറ്റർ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോളോൻ്റെ ഒരു മെറ്റാലിക് കളറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഓക്കെ, പിന്നെ നമ്മൾ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞാൽ യൂറോ പാരീസിൻ്റെ 54 ലാഷ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫേസിൽ ഞാൻ ഗ്ലോ റെസിപ്പി ഇട്ട് കഴിഞ്ഞിട്ട് പ്രൈമറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഹുദേൻ്റെ വാട്ടർ ജെൽ പ്രൈമറാണ്. പക്ഷേ ആ ഒരു പ്രൈമർ ഇപ്പം അവൈലബിൾ അല്ല കേട്ടോ, ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണത്. ആ പ്രോഡക്റ്റ് ഇപ്പം വരണില്ല, പ്രോഡക്റ്റ് അവർ നിർത്തിയെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഇല്ല. നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു അത്. ആക്ച്വലി ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈമറായിരുന്നു കേട്ടോ. ആ പ്രൈമർ ഇട്ട് കൊടുത്തു. പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ലൈറ്റായിട്ടാണ് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടാഡിൻ്റെ കൺസീലർ വെച്ചിട്ടാണ് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വലിയ കൺസീൽ ചെയ്യാനൊന്നുമില്ല, നല്ല നീറ്റ് സ്കിന്നാണ്, നല്ല ഫെയറും ആണ് ആൾ. സോ അങ്ങനെ ഒരു സ്കിന്നിൽ നമ്മൾ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ ആക്ച്വലി വരിക. കാരണം നല്ല ഒരു നീറ്റായിട്ടുള്ള സ്കിന്നിൽ, ക്ലീൻ ആയിട്ടുള്ളൊരു സ്കിന്നിലാണ് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ഏറ്റവും നന്നായിട്ട് സ്യൂട്ട് ആവാം. ഓക്കെ, പിന്നെ നമ്മൾ കൺസീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുള്ളത് നാസിൻ്റെ ഫൗണ്ടേഷനും അതുപോലെ ഷാർലറ്റ് ടിൽബറിയുടെ ഫൗണ്ടേഷനുമാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്, ഇംഗ്ലോട്ടിൻ്റെ ഡ്യൂറലൈൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് മിക്സ് ചെയ്യാറ്. അതിൻ്റെ കൂടെ മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പ്രോഡക്റ്റിനും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, എനിക്ക് കുറച്ചധികം പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് എന്തൊക്കെ പ്രോഡക്റ്റ് ആണെന്ന് കറക്റ്റായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ പ്രോഡക്റ്റും എടുത്തെടുത്ത് പറയണത്. ഓക്കെ, പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ബ്ലഷ് ഞാൻ യൂസ് ചെയ്തത് ന്യൂഡ് സ്റ്റിക്കിൻ്റെ ബ്ലഷാണ് കേട്ടോ. ന്യൂഡ് സ്റ്റിക്കിൻ്റെ ചെറി ബ്ലോസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ട്, അതാണ് ന്യൂഡ് സ്റ്റിക്കിൻ്റെ ഇതിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഫേസിൽ വേറെ ഗ്ലോയുടെ സാധനങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ ന്യൂഡ് സ്റ്റിക്ക് ഇട്ടപ്പോൾ തന്നെ വന്നൊരു ഗ്ലോയാണ് കേട്ടോ ആക്ച്വലി ആ ഫേസിൽ കാണുന്നത്. പിന്നെ നമ്മൾ പിന്നെന്താ ചെയ്തേ, പിന്നെ പൗഡർ സെറ്റ് ചെയ്ത് കൊടുത്തു. പൗഡർ സെറ്റ് ലോറാമിസറിൻ്റെ പൗഡർ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, അപ്പം അത് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ലൈക്ക് നമ്മൾ ബ്ലഷ് ഇട്ടെടുത്തൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലാത്തൊരു ഏരിയയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. മൗത്തിൻ്റെ ഒരു ഏരിയയിൽ, അതുപോലെ ഫോർഹെഡിൽ, പിന്നെ കണ്ണിൻ്റെ താഴേക്കാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ചെറിയൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്തേ, നമ്മുടെ ഷാർലറ്റ് ടിൽബറിയുടെ തന്നെ ഒരു
ഗ്ലോ സാനുണ്ട്. ഗ്ലോ സാനല്ല, ആക്ച്വലി അത് ഹൈലൈറ്ററാണ് കേട്ടോ. ഹൈലൈറ്റർ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ PS-ൻ്റെ ഹൈലൈറ്റർ, പൗഡർ ഹൈലൈറ്റർ വെച്ചിട്ട് കണ്ണിൻ്റെ താഴെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ണിൻ്റെ ബാക്കി അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ലിപ്സ്റ്റിക്ക് 2-3 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇട്ട് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഷെയ്ഡ് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. PS-ൻ്റെ സ്പ്രേയും അടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹിജാബാണ് നമ്മുടെ ബ്രൈഡ് വന്നിട്ട്. സോ നമ്മൾ ഹിജാബ് റോൾ ചെയ്യുന്ന വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അതിൻ്റെ വൺ സൈഡ് വന്നിട്ട് ഞാൻ ഒന്ന് ബാക്കിലേക്ക് ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഞാൻ ഒന്ന് വെച്ച് കാണിക്കുകയാണ് ആളെ എങ്ങനെയാണ് വേണ്ടത്, കാരണം ആ ഒരു നെക്ക് പീസ് വന്നിട്ട് നമുക്ക് നെക്കിൽ ടൈറ്റായിട്ട് റോൾ ചെയ്യുന്ന ഹിജാബ് ചെയ്തിട്ട് വെക്കുന്ന ഒരു നെക്ക് പീസായിരുന്നു ആക്ച്വലി അത്. അപ്പം ഞാൻ 2 സംഭവം ആളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ടൈറ്റ് ചെയ്തിട്ടുള്ള ഇതും അതുപോലെ തന്നെ ലൂസ് ചെയ്തിട്ടുള്ള ഹിജാബ് സ്റ്റൈലും കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ രണ്ടും കാണിച്ചു കൊടുക്കാറുണ്ട് മിക്ക ബ്രൈഡ്സിനും. എന്നിട്ട് അവർക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് ഏതാണോ ഓക്കെ ആയിട്ടുള്ളത് അത് ആണ് നമ്മൾ എന്നിട്ട് ചെയ്ത് കൊടുക്കാറ് കേട്ടോ. അതുപോലെ ഹിജാബിൻ്റെ താഴെ ഞാൻ ടർബൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. ടർബൻ കെട്ടണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പേരുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ടർബൻ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഷോള് കെട്ടാറ് കേട്ടോ. ഷോള് വന്നിട്ട് ജോർജറ്റാണ്, ഹെവി ജോർജറ്റാണ് ആളെടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് മോജേൻ്റെ ഹിജാബായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ലൈക്ക് അത്യാവശ്യം ഹെവിയാണ്. സോ നമുക്ക് ആ കോണും കാര്യങ്ങളൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ മുറിച്ചെടുക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺ കിട്ടുമോ എന്നുള്ളതൊന്ന് വെച്ച് നോക്കിയിട്ട് എടുക്കുക. അതുപോലെ മുറിച്ച് മെറ്റീരിയൽ എടുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടുള്ളത് എടുക്കാതിരിക്കുക. കാരണം നമ്മളത് വലിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വലിഞ്ഞു പോകും. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ സംസാരിക്കുകയും ചവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ലൂസായിട്ട് പിന്നെ അത് ഫുൾ അഴിഞ്ഞു വരാൻ തുടങ്ങും കേട്ടോ. സോ കുറച്ചൊന്ന് ഹെവി ആയിട്ടുള്ള ജോർജറ്റ് അല്ലെങ്കിൽ ഷിഫോൺ എടുക്കുക. പിന്നെ എന്താ ഉള്ളത്? ഓക്കെ, പിന്നെ നമ്മൾ മാക്സിമം നമ്മളുടെ ഷോളിൻ്റെ സൈസിലേക്ക് അതിനെ ആക്കുക. ഓക്കെ, നമ്മൾ നോർമൽ ഇടുന്ന നമ്മുടെ ഒരു ഹിജാബിൻ്റെ ഷോൾ ഉണ്ടല്ലോ, ആ ഒരു സൈസിലേക്ക് നമ്മൾ മുറിച്ചെടുക്കണ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കോർണേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സൈസിലേക്ക് ആക്കുക കേട്ടോ. അതാണ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരുപാട് മെറ്റീരിയൽ ഉണ്ടാവും, നമുക്കതിന് അവിടെ ഇവിടെ ഒന്നും കൊടുക്കാൻ പറ്റാണ്ട് വരും. പിന്നെ എല്ലാം കൂടെ അവിടെ ഇവിടെയൊക്കെ കുത്തി കയറ്റിയിട്ട് ഭയങ്കര ബോറായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ മഫ്ത പിൻസിലും കൂടുതൽ യൂസ് ചെയ്യുക നമ്മുടെ സാധാ മുട്ടുസൂചിയാണ്. അതാകുമ്പോഴത്തേക്കും ആ ഒരു കളറൊന്നും വിസിബിൾ ആയിരിക്കില്ല. കാരണം നമുക്കിപ്പം കറക്റ്റ് കളർ കിട്ടണം എന്നില്ല, നമ്മുടെ മഫ്ത പിന്ന് കറക്റ്റ് കളർ കിട്ടണം എന്നില്ല. സോ ഈ മുട്ടുസൂചി ആകുമ്പോഴത്തേക്കും വലിയൊരു വിസിബിലിറ്റിയും വരില്ല, എന്നാൽ നമുക്ക് കുറേ ചെയ്ത് നല്ല നീറ്റാക്കി വെക്കാനും പറ്റും കേട്ടോ. ഓക്കെ, അങ്ങനെ ആൾ പറഞ്ഞ പോലെ ആളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഹിജാബ് റോൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചൊന്ന് ലൂസായിട്ട് ആ നെക്ക് പീസിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോർഷനൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈഡ് ചുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൈഡ് ചുട്ടിയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കാറ്. അതുപോലെ ടർബൻ്റെ മുകളിലാണ് ഞാൻ നെറ്റിച്ചുട്ടി വെച്ച് കൊടുക്കാറ്. അതും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കാറ്. ഞാൻ എൻ്റെ ഹിജാബ് റോളിങ്ങിൻ്റെ മാത്രം വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം, ഞാനെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കാറ്. കുറച്ചും കൂടെ അതൊന്ന് സ്റ്റിക്കായി നിൽക്കാനും ബ്രൈഡിന് ഒന്ന് കംഫർട്ടബിളായിട്ട് ഇപ്പോൾ കറങ്ങാനൊക്കെ പറഞ്ഞാൽ നമ്മൾ മുട്ടസൂചി കാര്യങ്ങളൊക്കെ കുത്തിയിട്ടാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഊരിപ്പോവും. ഇതാകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇരുന്നോളും തയ്ച്ച് വെക്കുന്നതുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ എല്ലാം സൈഡ് ചുട്ടി കാര്യങ്ങളൊക്കെ തയ്ച്ചു കൊടുത്ത് പിന്നെ നമ്മൾ മെയിൻ ഷോള് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മെയിൻ ഷോള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെയിം കളർ വരുന്ന മഫ്ത പിന്നാണ് കേട്ടോ യൂസ് ചെയ്യണത്. വൈറ്റ് പേൾ വരുന്ന മഫ്ത പിൻ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ ഹിജാബിൻ്റെ ഉള്ളിൽ നമ്മൾ ടർബൻ കെട്ടിയിട്ടുണ്ടല്ലോ, ആ ടർബനിലേക്കാണ് ഞാൻ മുട്ടുസൂചി വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ എന്തോരം കറങ്ങിയാലും പോവില്ല. ടർബൻ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ ഈ കുത്തിയിട്ടുള്ള എല്ലാ മുട്ടുസൂചികളും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ടർബൻ കിട്ടുന്നത്. അതുപോലെ നെറ്റിച്ചുട്ടി വെക്കുന്നത് ടർബനിലാണ്. പിന്നെ നമ്മുടെ ടർബൻ ടൈറ്റായിട്ട് ഇരുന്നാൽ നമ്മുടെ ഹിജാബ് വന്നിട്ട് അഴിഞ്ഞു വരുമോ ലൂസായി വരുമോ ഒന്നും ചെയ്യില്ല കേട്ടോ. അത് കറക്റ്റ് നീറ്റായിട്ട് ആ ഒരു പൊസിഷനിൽ തന്നെ നിന്നോളും. പിന്നെ നമുക്കിതുപോലെ മഫ്ത പിന്ന് കുത്താനായിട്ടും ഭയങ്കര കൺവീനിയൻ്റ് ആണത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഹെയറിലൊക്കെ കൂട്ടിയായിരിക്കും ഉടക്കി വെക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് പെയിനൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോഴത്തേക്കും ടർബനിലേക്ക് കുത്തുന്നത് കൊണ്ട് നല്ല സ്ട്രോങ്ങും ആണ്, അവർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഷോളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആ ഓർണമെൻറ്റ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു കറക്റ്റ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതിന് സെക്കൻഡ് ലെയർ ഉണ്ടായിരുന്നു, സെക്കൻഡ് ലെയർ മാല ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ കാര്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആ ഫസ്റ്റ് ലെയറിനെയും നമ്മൾ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ആൾ നടക്കുമ്പോൾ, ബ്രൈഡ് നടക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ഞാൻ 2 സൈഡും ആ ഒരു ഇന്നറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നെക്കിൻ്റെ ആ ഒരു കോർണറിലേക്ക് വന്നിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോഴത്തേക്കും അത് ആ കറക്റ്റ് പ്ലേസിൽ തന്നെ നിന്നോളും, അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം തയ്ച്ച് കൊടുക്കാൻ പറ്റുന്നതൊക്കെ തയ്ച്ച് കൊടുക്കുക. അതാകുമ്പോഴത്തേക്കും അവർക്കും കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. പിന്നെ കുറേ പിന്നിൻ്റെ പ്രശ്നം വരില്ല, കുറച്ച് കഴിയുമ്പോൾ പിന്ന് പോവുക എന്നുള്ള പേടി വരില്ല. മാക്സിമം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് പൊസിഷനിൽ തന്നെ നിന്നോളും, അവർ ആ സ്റ്റിച്ച് കളയുന്നവരെ കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റും നല്ല പ്രീമിയം ആയിട്ടുള്ള ജ്വല്ലറിയും ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു കോൺട്രാസ്റ്റ് ഒക്കെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മുടെ ബ്രൈഡ് നല്ല സുന്ദരിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ മേക്കപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ സുന്ദരിയായി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം കമൻറ്റുകൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം, നമ്മൾ അതൊക്കെ തിരുത്തിയിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ, ബ്രൈഡിനെ ഇഷ്ടമായോ, മേക്കപ്പ് ഇഷ്ടമായോ, മേക്കപ്പിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. അതുപോലെ എന്നോട് ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ലൈക്ക് വീഡിയോസ് എന്താ ചെയ്യാത്ത, പുതിയ വീഡിയോസ് എന്തുകൊണ്ടാണ് ഇടാത്ത, വീഡിയോസൊന്നും ഇപ്പോൾ പുതിയത് വരണില്ലല്ലോ എന്നൊക്കെ. ആക്ച്വലി നല്ല തിരക്കായതുകൊണ്ടാണ്. ഇപ്പം അറിയാലോ, സീസൺ ടൈം ആയിരുന്നു മെയ് വരെ. ഇനിയിപ്പോൾ ജൂണ് മഴയൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. അപ്പം നമ്മൾ മാക്സിമം വീഡിയോസ്, എല്ലാ വീഡിയോസും സാധനം കയ്യിലുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് ഇടാനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം സ്റ്റേ ട്യൂൺ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.